ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ പുതിയൊരു യാത്ര ആരംഭിക്കുകയാണെന്ന്. ആദ്യം ഞങ്ങൾ കൊട്ടിയൂരേക്ക് പോവാണ്. ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്രാവശ്യം നമ്മുടെ കൂടെ യാത്ര ചെയ്യാനായിട്ട് ഉള്ളത് പ്രമുഖ സിനിമാ നടനും സീരിയൽ അഭിനേതാവുമായ ശ്രീ വിഷ്ണുപ്രകാശ് സാറാണ്. ഇനിയൊരു 15 ദിവസം നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്യൂൺ ചെയ്യുക, കാണുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കൊട്ടിയൂരായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴയാണ്, കാലാവസ്ഥ ഇങ്ങനെ മാറി മറിഞ്ഞും വരുന്നുണ്ട്. ഇടയ്ക്ക് മഴയുണ്ട്. മാനന്തവാടി വരെ ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ മാനന്തവാടി വരെ ആയിട്ടുണ്ട്. നമ്മുടെ വിഷ്ണുപ്രകാശ് സാറ് നിങ്ങളോട് സംസാരിക്കും. ഹായ്, മധുവിൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സും ആണല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും വലിയൊരു ഹായ്. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഒരു വലിയ ആഗ്രഹം സാധിക്കാൻ പോവാണ്. അത് കൊട്ടിയൂരിൽ നിന്ന് തുടങ്ങുകയാണ്. കൊട്ടിയൂരിൽ നിന്ന് ശരിക്കും ഞങ്ങൾ തിരുനെല്ലിയിൽ നിന്നാണ് ഈ തുടങ്ങുന്നത്. തിരുനെല്ലിയിൽ നിന്ന് ഞങ്ങൾ കൊട്ടിയൂർ പോയിട്ട് കൊട്ടിയൂരിൽ നിന്ന് തിരിച്ചു വന്നിട്ട് നാളെ മുതലാണ് ഞങ്ങളുടെ ഈ ജ്യോതിർലിംഗ ദർശനത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. അതിന് 6 ജ്യോതിർലിംഗങ്ങളോട് അവശേഷിക്കുന്നുണ്ട്. അത് ഓരോ സ്ഥലത്തെത്തുന്നതനുസരിച്ചിട്ട് ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് വിശദാംശത്തോടു കൂടി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, സീ യു. അപ്പം നമ്മൾ കൊട്ടിയൂരിലേക്കുള്ള യാത്രയിൽ പാൽച്ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കോടമഞ്ഞുണ്ട്, നല്ല ഇറക്കമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി കൂടെ വരുന്നത്. വിഷ്ണുപ്രകാശ് സാറാണെങ്കിൽ എക്സ്പേർട്ടാണ്. ഈ റൂട്ടിൽ കൂടെ ഡെയിലി നടന്ന് വീതി ഇച്ചിരി കുറവാണെങ്കിലും വഴി നല്ല വഴിയാണ്. നല്ല അടിപൊളി കാലാവസ്ഥയാണ്. കൊട്ടിയൂര് വൈശാഖ മഹോത്സവം നടക്കുന്നുണ്ട്. ആവശ്യം പോലെ വണ്ടികൾ ഈ റോഡിൽ കൂടെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാലേ ആ കാണുന്നില്ലേ, ആ കാണുന്നത് കോടയല്ല, അത് ശരിക്കും മഴക്കാറാണ്. ഈ കാണുന്നത് മഴക്കാറാണ്. ആ ഗ്യാപ്പിൽ ആ വിള്ളൽ കാണുന്നില്ലേ, അതാണ് കോട. കോട താഴെ കാണുള്ളൂ, മലയുടെ മേളിൽ കാണുന്ന മഴക്കാറാണ്. ദോ കോട കാണുന്നുണ്ട്. നമ്മൾ ഈ ഹിമാലയത്തിൽ പോകുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഐസ് പറ്റി പിടിച്ചിരിക്കുന്ന മലമടക്കുകളില്ലേ, അതുപോലെ ആ കാണുന്ന കോടയാണ്. പക്ഷെ മേലുള്ള മഴക്കാറ്, അതിന് മുകളിൽ കാണുന്ന മഴക്കാറാണ്. അത് കോടയാണ്, ആ ഗ്യാപ്പിലിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം കൊട്ടിയൂർ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ പാർക്കിംഗ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പേ പാർക്കിംഗ് എല്ലാം ഫുള്ളാണ്. അപ്പം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം. ഇവിടെ എല്ലാ കടകളിലും ഓടപ്പൂവ് തൂക്കിയിട്ടിട്ടുണ്ട്. ഓടപ്പൂവ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം സാറേ? ഇത് പഴമയുടെ ഒരു പ്രതീകമാണ് ഈ ഓടപ്പൂ എന്ന് പറഞ്ഞാൽ. ഈ കൊട്ടിയൂരിൻ്റെ മാഹാത്മ്യം പറയുന്നത് തന്നെ, പണ്ട് ദക്ഷൻ സാക്ഷാൽ പരമശിവനെ പങ്കെടുപ്പിക്കാതെ വാശിയോടുകൂടി യാഗം നടത്തിയ സ്ഥലമാണെന്നാണ് ഈ കൊട്ടിയൂരിനെ കുറിച്ചുള്ള ഐതിഹ്യം. അപ്പോൾ അങ്ങനെ ഭഗവാൻ ശിവശങ്കരൻ്റെ കോപത്താൽ ദക്ഷന് മരിക്കേണ്ടി വരികയും ചെയ്തു. അപ്പോൾ സാക്ഷാൽ ദക്ഷൻ്റെ ഓർമ്മയ്ക്കായിട്ട് ദക്ഷൻ്റെ താടിയാണ് സത്യത്തിൽ ഈ ഓടപ്പൂ. ഓടപ്പൂവിൻ്റെ കൺസെപ്റ്റ് അതാണ്. അപ്പോൾ അത് ഈ കൊട്ടിയൂർ വരുന്നവർ ഒരു ഓടപ്പൂ വാങ്ങിച്ചു കൊണ്ടുപോകും. ഈ ഓടപ്പൂ വാങ്ങിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇത് പൂമുഖത്ത് നമ്മൾ വീട്ടിലേക്ക് കടന്നു വരുന്ന സ്ഥലത്ത് ഇത് തൂക്കും. ശത്രുക്കളുടെ ദൃഷ്ടിദോഷം ഉൾപ്പെടെയുള്ള ഒരുപാട് ദോഷഹാരിയാണ് ഈ ഓടപ്പൂ എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ മലബാറിൽ ഈ ഉള്ള ജനങ്ങൾ, വിശേഷിച്ചും കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ഈ ജില്ലകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ. ഇതാണല്ലോ മലബാർ ഇവിടെ വരുന്നത്. അവരെല്ലാം ഇതേല 4, 5 അവരുടെ ബന്ധുക്കൾക്കും അവരുടെ വീട്ടിലേക്കും ഓരോ വർഷവും പുതിയ പൂവായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഈ ഓടപ്പൂവിൻ്റെ ശരിയായിട്ടുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് ദക്ഷനും ദക്ഷയാഗവും ഓർമ്മ പുതുക്കലാണ് ഈ കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ ബേസ്. നിങ്ങളത് കണ്ടോണ്ടിരിക്കുന്നത് ഇതാണ് ഓടപ്പൂ. വെളുത്ത് തൂങ്ങിടക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇത് ശരിക്കും ഈറിലെ തല്ലി ഉണ്ടാക്കുന്നതാണല്ലേ ഓടം? അതെങ്ങനെ ഈ ഓടപ്പൂന്ന് പേര് വരുന്നതിന്? ഓടലുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ.
ഇറയ്ക്ക് പറയുന്ന പേര് വല്ലതും ഉണ്ടോ ഓടൽ? ഓട എന്ന് പറയും. ഓ അതാണ് ഓടൽ പൂ. അക്കരെ കൊട്ടിയൂരിലേക്കുള്ള വഴിയാണ് നമ്മൾ കാണുന്നത്. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. അന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ട് പാർക്ക് ചെയ്തിരുന്നത് സാർ, ഇതിനകത്തായിരുന്നു. വരാൻ ആവശ്യം പോലെ ബസ്സുകളുണ്ട്. ഇവിടെയാണ് ബസ്സുകൾ, ആവശ്യം പോലെ ബസ്സുകൾ അവൈലബിൾ ആണ്. നല്ല തിരക്കുണ്ടെന്ന്. ഇതുവരെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയിട്ടില്ല നമുക്ക്. നമ്മൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എഴുത്തിലൂടെയാണ് വശീകരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? സാറിന് നല്ല എഴുതാനുള്ള കഴിവുണ്ട്. മഹാദേവൻ. ഓക്കെ. അങ്ങനെ നമ്മള് ഇന്നത്തെ യാത്രയുടെ അന്ത്യഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഞങ്ങള് കൊട്ടിയൂരേക്ക് പോകാൻ നേരത്താണ് നിങ്ങളെ കാണുന്നതും പരിചയപ്പെടുന്നതും, ഓർക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ കൊട്ടിയൂരിൽ പോയി അതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നുള്ള വിശേഷങ്ങൾ അപ്പോഴപ്പോൾ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കൊട്ടിയൂർ മഹാദേവനെ കണ്ടു. സ്വസ്ഥമായിട്ടും വളരെ എന്താ പറയുന്നത്, ഒരു ആനന്ദത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് തൊഴുതു പോരാൻ പറ്റി. അവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കുറച്ച് സ്ഥലത്താണ് ഈ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര തിരക്കും വെള്ളവും മഴയുമാണ്. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ തിരക്കൊന്നുമില്ല. ഞങ്ങൾക്ക് നല്ല ദർശനം കിട്ടി. മഴ പെയ്ത് അതേ സെക്കൻഡിൽ തന്നെ വെയിൽ വരുന്നു. ഒരു തലോടൽ പോലെ വളരെ സന്തോഷത്തോടു കൂടി കൊട്ടിയൂരിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് യാത്രയായി. ഓടപ്പൂ വാങ്ങിച്ചിട്ടുണ്ട്, പുതിയ ഓടപ്പൂ. അതുപോലെ തന്നെ കൊട്ടിയൂരുള്ള ഏറ്റവും വലിയൊരു മഹാത്മ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഒരു ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, ക്ഷേത്രത്തിൽ പോയി ഒരു ഫീൽ വരും. ഇതങ്ങനെയല്ല, നമ്മൾ ഏതോ നമുക്ക് സ്വന്തപ്പെട്ട ഒരു സ്ഥലത്ത് ചെന്ന ഒരു ഫീലായിരുന്നു. വിശേഷിച്ച് മധു അക്കരെ കൊട്ടിയൂരിലേക്ക് ആദ്യമായിട്ട് വരികയായിരുന്നു. വല്ലാത്ത എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഞങ്ങൾ അവിടുന്ന് മധുവിനെയും എന്നെയും ഒക്കെ ഭഗവാൻ യാത്രയാക്കിയത്. അപ്പോൾ ഇനി ഇവിടുന്ന് കഷ്ടിച്ച് തിരുനെല്ലിക്ക് ഞങ്ങൾ പുറപ്പെട്ട തിരുനെല്ലിക്ക് ഏറി വന്നാലൊരു കിലോമീറ്റർ കാണത്തില്ല. അപ്പോൾ യാത്ര തുടരും. നാളെ ഞങ്ങളുടെ ജ്യോതിർലിംഗത്തിലേക്കുള്ള യാത്ര ആരംഭിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് ഉടനെ തന്നെ വരും. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഒരു അഭ്യർത്ഥനയുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് വിശദമായിട്ടുള്ള വീഡിയോസ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കും. ഞാൻ ആദ്യമായിട്ട് വന്നതാണ്. നിങ്ങളൊക്കെ കാണണം, പ്രോത്സാഹിപ്പിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. നാളത്തെ യാത്ര കാണാനായിട്ട് എല്ലാവരും തയ്യാറായിരിക്കണം. അപ്പോൾ നാളെ കാണാം. ബായ്.